ഹായ് ഹലോ എല്ലാവർക്കും സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് വരുമ്പോഴേ ആകെ അലങ്കോലാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുമരുമ്മ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് മോളുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ. പൂക്കൾ ഒരു ചട്ടയുടെ മുകളിൽ അതിനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിച്ചിട്ടിട്ട് കടിച്ച് ആകെ പൂവും ഒക്കെ നാശാക്കിയിട്ടാ. പൂച്ചക്കുട്ടികൾ രാത്രി ഇവർക്ക് ഭയങ്കര കളിയാവുക. അപ്പോൾ അങ്ങനെ കളിച്ചിട്ട് നാശാക്കിയിട്ടിട്ടുള്ളതൊക്കെ മറ്റുള്ളവരെ കാണാനില്ല. ഇവ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ, ഒന്നും അറിയാത്ത പോലെ. കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണം പിടിച്ച് കിടന്നുറങ്ങുകയാണ്. രാത്രി കുറച്ച് നേരം ഇവർ ഒരു പല്ലീനെയോ അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു സാധനം കിട്ടും ഇവർക്ക്, പുറത്ത് പോയിട്ട് എടുത്തുകൊണ്ട് വരും. അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് തട്ടിക്കളിച്ച് കുറേ നേരം കളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അങ്ങനെ നമ്മുടെ ചുമരുമ്മ കൂടെയൊക്കെ പല്ലി ചിലപ്പോൾ അങ്ങനെ അരിച്ചു പോവില്ലേ, അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എടുത്ത് ചാടിയിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ അത് നേരിയ പശയെല്ലാം ഉണ്ടാവുള്ളൂ അതിൻ്റെ പുറകിൽ. അപ്പോൾ ഈ ഡബിൾ സൈഡ് ടാപ്പല്ല, അതപ്പോൾ പെട്ടെന്ന് വന്ന് വീണിട്ടുണ്ട്. അതൊക്കെ കടിച്ച് പറിച്ച് കളി കഴിഞ്ഞിട്ട് കിടക്കണ കിടപ്പാണ് കേട്ടോ. ചെക്ക എന്തൊരു മര്യാദക്കാരനായിട്ടാണ് കിടക്കണമെന്ന് നോക്കിയേ. അവ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവത്തിലാണ് കിടക്കണത് കേട്ടോ. ഇത്ര ഒരു തരി പോലെ അയിമ വെക്കാണ്ടാണ് കടിച്ച് മുറിച്ച് കളഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ എന്താ പറയുക, ഈ സ്പോഞ്ച് പോലെയുള്ള ഒരു സംഭവമല്ല, അപ്പം അത് ആ ക്ലേ അങ്ങനത്തെയാണ്. അപ്പോൾ വേഗം അവർക്ക് പറിച്ചെടുക്കാൻ പറ്റുമേ. അതാണ്, മണ്ണല്ലല്ലോ. അപ്പോൾ ഏട്ടാ അകത്തുനിന്ന് എണീറ്റ് പോയിട്ട് ഉമ്മർത്ത് ചെന്നിരുന്ന് ഉറങ്ങണതാണ് കാണണം കേട്ടോ. ആ മെഷീൻ്റെ മുകളിൽ ഇരിക്കണത് മുഴുവൻ കഴുകാനുള്ള തുണികളും വിരികളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനത് ഓരോ സെറ്റായിട്ട് ഇങ്ങനെ തുണികൾ തരം തിരിച്ചിട്ടാണ് ഇടുക. അപ്പോൾ ആ ഒരു സെറ്റൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അതാണ് അത് അവിടെ വെച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് വേഗം കുറച്ച് ചായ കുടിക്കാമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പം നേരത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി. പുട്ടായ കാരണം വേഗമാക്കി. ഞായറാഴ്ച ദിവസമായ കാരണം കൊണ്ട് ഏട്ടനുണ്ട്, കണ്ണുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടിന് ഞാൻ കടല വെള്ളത്തിലിടാൻ മറന്നു രാത്രി. അപ്പോൾ അത് കാരണം പപ്പടം ഇന്നലെ വറുത്ത മീനും മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് അവർ പറഞ്ഞ കാരണം കൊണ്ട് പിന്നെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ വർക്കിംഗ് ഡ്രസ്സാണ് കേട്ടോ ഇപ്പം ഇട്ടിട്ടുള്ളത്. അതിൽ നല്ലോണം പൊടിയും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം പാൻ്റ് ആദ്യം ഇട്ടിട്ട് അത് തനിയെ കഴുകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ടീഷർട്ട് കഴുകും. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കളറൊക്കെ ഒരു എന്താ പറയുക, പൊടി പിടിച്ച കറുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പൊടി പോലെ ഉണ്ടാവില്ലേ, അതില്ല, അതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ചായ കുടി കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് ചായ കുടിക്കാതിരിക്കുക കേട്ടോ, തുണികളൊക്കെ ഇടൽ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ സാധാരണ ഇങ്ങനെ പുട്ട് മാത്രമുള്ള ദിവസം കുറച്ച് ചായ ഒഴിച്ചിട്ട് ഇങ്ങനെ കോരി തിന്നെ ചെയ്യുക, പുട്ട് അങ്ങനെ ചെയ്യാറ്. ഇപ്പോൾ ഏട്ടൻ ചീത്ത പറയും കണ്ടു കഴിഞ്ഞാൽ. അതാണ് കേട്ടോ ഞാൻ പപ്പടം കൂട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കണത്. അങ്ങനെ ഓരോന്ന് ചെയ്യണത് ഏട്ടന് ദേഷ്യമായി. മിച്ചറിൽ ചായ ഒഴിച്ച് തിന്നുക എന്നൊക്കെ പറയണത്. കണ്ണം പുട്ട് തിന്നൽ കഴിഞ്ഞിട്ട് പോയിട്ട് കൊള്ളി പാക്കറ്റ് എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൻ അതും കൂടിയും കഴിഞ്ഞാലൊരു സമാധാനം കിട്ടും. അവൻ കൂർക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തലേദിവസം. അപ്പം അത് നല്ല കൂർക്കയാണ്, വലുപ്പമുണ്ട്, കാരണം നന്നാക്കാൻ എളുപ്പമാണ്. പിന്നെ ഈ ചാക്കിലിട്ടിട്ട് അടിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഞാനത് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. തലേദിവസം മീൻകറിയൊക്കെ വെച്ചിട്ടുള്ള കാരണം കൊണ്ട് അത് കുഴപ്പമില്ല, ഈ കൂർക്ക മാത്രം തന്നെ വെക്കണ്ടോ. അപ്പോൾ അത് ആയത്തിലിരുന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കി ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ മീൻകറി, മീൻ വറുത്തത്, പപ്പടം, അങ്ങനെ രാവിലത്തെയും ഇന്നലത്തെയും ഒക്കെ ആയിട്ടാണ് കേട്ടോ എല്ലാതും വന്നെടുക്കണത്. അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് അയിലയാണ് കേട്ടോ മീൻ. അപ്പോൾ അത് കയ്യിൻ്റെ മുകളിൽ ആ കൂർക്കയുടെ കറ നല്ലോണം ഉണ്ട്. ഇങ്ങനെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ചുരണ്ടുമ്പോൾ അങ്ങനെ എന്തായാലും ആ കറ വരും. മൈലാഞ്ചി ഇട്ടിട്ട് കറുത്തിരിക്കില്ല, അതുപോലെ ഇരിക്കണത്. അപ്പോൾ അത് രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും പോവും. അപ്പോൾ അങ്ങനെ ഊണ് കഴിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്തിനൊന്നല്ല കേട്ടോ കഴിക്കണത്. 2 മണിയൊക്കെ ആയി. ഇവരൊക്കെ ഏട്ടൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് വിളിച്ചില്ല ഞാൻ, കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് കാരണം നേരം വൈകി ചോറുണ്ണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കണ്ണാൻ അമ്മയ്ക്ക് ആപ്പിൾ വാങ്ങി കൊടുന്നേക്ക്. ഇവിടെ അമ്മയ്ക്ക് പേരയ്ക്ക് ആപ്പിൾ മാത്രമേ കഴിക്കാൻ പറ്റുക. അപ്പോൾ അത് വാങ്ങി കൊടുന്നേക്ക് അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്.
ഇടയ്ക്കിടയ്ക്ക് ഈ മരുന്നുകൾ കുറേയൊക്കെ കഴിക്കണ കാരണം കൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പം അതാണ് ഇപ്പോൾ കണ്ണൻ ഇരുന്നിട്ട് അമ്മാമ്മയ്ക്ക് മുറിച്ച് കൊടുക്കുക അവനും തിന്നാൻ വിചാരിച്ചിട്ട് അവൻ അതിരുന്നിട്ട് ചെത്തുകയാണ് കേട്ടോ. 1-2 ചെത്തിയിടുകയാണ് അച്ഛനും എല്ലാവർക്കും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ എപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ഈ മൊബൈലിൽ ഇങ്ങനെ എന്തെങ്കിലും ആനിമി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അവൻ. അല്ലാണ്ട് അതില്ലാതെ ഇരിക്കില്ല അങ്ങനെ. അപ്പോൾ ഉച്ച തിരിഞ്ഞിട്ട് വിളക്ക് വെച്ചത് കണ്ണനാണ് കേട്ടോ. അപ്പോൾ അവൻ ഈ വിളക്ക് വയ്ക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ മൂപ്പരുടെ ഒരു രീതിക്കാണ് ചെയ്യുക. എന്നും ചെയ്യണ ആളല്ലല്ലോ, വല്ലപ്പോഴും ചെയ്യണതല്ല. അപ്പോൾ അവൻ്റെ ഒരു രീതിക്കാണ് അവൻ ചെയ്യുക. ചിലപ്പോൾ നമ്മളിങ്ങനെ നിന്ന് പറഞ്ഞു കൊടുക്കും, ചില ദിവസം അവൻ ചെയ്യട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. എന്നാലും ഒരുവിധം വൃത്തിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഫോട്ടോ ഒന്നും ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടാ. പിന്നെ രാത്രി മുരിങ്ങക്കായും പരിപ്പും കൂട്ടാൻ വെച്ചു. ഉച്ചക്കലത്തെ നമ്മുടെ കൂർക്കക്കറിയും കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടാ. അപ്പോൾ ഞായറാഴ്ചയിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബായ്.